ഞാൻ ജിമ്മപ്പോൾ കാറ്റഗറി സബ് ജൂനിയർ സെന്റ് അൽഫോൺസ ചർച്ച് സൂററ്റ്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സുഖ സൗകര്യത്തോടെയാണ് നാം ജീവിക്കുന്നത് അല്ലേ? എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുകളുണ്ട് നമ്മുടെ ഇടയിൽ. എപ്പോഴെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ലൂക്കാ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനും ലാസറും എന്ന ഒരു കഥയുണ്ട്. ആ കഥ നമ്മെ ഇതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇനി കഥയിലേക്ക് കടന്നാലോ? ഒരിടത്ത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളും ഇഷ്ടമുള്ള ആഹാരവും നല്ല പോലെ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ധനവാന്റെ പടിവാതിൽക്കൽ ലാസർ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ കിടന്നിരുന്നു. ലാസറിന്റെ മേൽ ആകെ വ്രണങ്ങളായിരുന്നു. ആ വ്രണങ്ങളിൽ നായകൾ വന്ന് നക്കുമായിരുന്നു. പാവം ലാസർ. ധനവാൻ ആഹാരം കഴിക്കുമ്പോൾ താഴെ വീഴുന്നെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കൊതിയോ നോക്കിയിരിക്കും. ധനവാൻ ആകട്ടെ അതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു പോയി. മാലാഖമാർ വന്ന് ലാസറെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ധനവാനും മരിച്ചു. ധനവാൻ എങ്ങോട്ട് പോയെന്ന് അറിയാമോ? നരകത്തിലേക്ക്. അവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ധനവാൻ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോഴുണ്ടല്ലോ അങ്ങ് ദൂരെ അബ്രാത്തിന്റെ മടിയിൽ സുഖമായി കിടക്കുന്നു നമ്മുടെ ലാസർ. അപ്പോൾ ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാമേ, എന്നിൽ കനിയണമേ. എനിക്ക് ഒരു തുള്ളി വെള്ളം തരാൻ ലാസറെ ഒന്ന് ഇങ്ങോട്ട് അയക്കണമേ. ഞാൻ ഇവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലേ? അബ്രഹാം പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ലാസറിന് കഷ്ടതകളെ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കോ നല്ല സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഇടയിൽ ഒരു വലിയ കർത്തമുണ്ട്. പിന്നെ എങ്ങനെ വരാനാ? ഇത് കേട്ടപ്പോൾ ധനവാൻ വിളിച്ചു പറഞ്ഞു, അങ്ങനെയെങ്കിൽ ലാസറെ ഒന്നെന്റെ വീട്ടിലേക്ക് അയക്കാമോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും ഈ നരകത്തിൽ വരാതെ രക്ഷപ്പെടട്ടെ. മരിച്ചവനിൽ നിന്ന് ഒരുവൻ വന്നു പറഞ്ഞാൽ അവർ നല്ലപോലെ ജീവിക്കും. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശെ പ്രവാചകന്മാരുണ്ട്. അവർ പറയുന്നത് അനുസരിക്കട്ടെ. കൂട്ടുകാരെ, നമുക്കും ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് പോകണ്ടേ? അതിനെന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമോ? നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കണം. പിന്നെയോ എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കും ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈശോ നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.